2007 ആൾട്ടോ LXi. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഇത് 82,000 കിലോമീറ്റർ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. 2014 ഇയോൺ ഇറ പ്ലസ് 60,000 കിലോമീറ്റർ. ഫ്രണ്ട് 2 പുത്തൻ ടയർ എടുത്തിട്ടുണ്ട്. ബാക്ക് ആവറേജ് ഇല്ല. ബാക്ക് ഓടിയ ടയർ തന്നെ കിടക്കണം അല്ലേ? 2014 ഒമിനി 8 സീറ്റ് വണ്ടിയാണ്. 51,000 കിലോമീറ്റർ ആണ്. തേർഡ് ഓണർഷിപ്പാണ്. 2015 i20 സ്പോർട്സ് നിലവിൽ ഇപ്പോൾ 60,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഫുള്ള് കമ്പനി സർവീസാണ്. 2021 ഗ്ലാൻസ G മോഡലാണ്. G മോഡൽ എന്ന് പറയുമ്പോൾ വേരിയൻ്റ് ഏതാ? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. വീണ്ടും തിരുവനന്തപുരത്തോട്ട് വന്നേക്കാണ്. പിന്നെ അതേപോലെ അവിടെ കോളർ ബട്ടൺസ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ശ്വാസം മുട്ടാണ് എനിക്ക്. ആരൊക്കെയോ പറഞ്ഞു ഈ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് നല്ല ലുക്കിൽ നില്ലുന്നു. ഇത് ലുക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് മറ്റതാണ് ഇഷ്ടം. പിന്നെ നിങ്ങളുടെ നിർബന്ധത്തിന് ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിർബന്ധമായിട്ട് പറഞ്ഞുള്ളതിൽ ഭയങ്കര ശ്വാസം മുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് വയ്യേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതിയൊരു ഷോപ്പാണ് വന്നത്. ക്വാളിറ്റി യൂസ്ഡ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാസുകളാണ് കിടക്കുന്നതൊക്കെ. അതർ സ്റ്റേറ്റ് വണ്ടി ഒരു ഓടിയടക്കം കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ നോക്കാൻ താല്പര്യമുള്ള എല്ലാത്തരം പ്രേക്ഷകരും കാണാൻ നല്ലൊരു വീഡിയോ ആണ്. ഇതിലെല്ലാം ഉപരി 1 ലക്ഷം രൂപ തൊട്ടുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ പുതിയ ഷോപ്പാകുമ്പോൾ നമുക്ക് പുതിയതായിട്ട് കാര്യങ്ങൾ ഇവിടെ വീഡിയോ എടുത്ത് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ സ്ഥാപനം എന്താണെന്നും ഈ സ്ഥാപനത്തിലെ വണ്ടികളുടെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ വേറെ കൈ നിട്ടൊന്നും പറയാനില്ല. നമുക്ക് വീഡിയോയും വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാൻ ഓണർ തന്നെ അല്ലേ ഇവിടെ? ഓണർ തന്നെ. ഒരു 3-4 ഓണേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആ സംശയം. ഫിർദോസ്. ഞാൻ പേര് മറന്നതായിരിക്കും വേണ്ടി തൊട്ടടുത്ത് തന്നെ നിർത്തിയേക്കുക. അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. സ്ഥാപനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും സ്ഥാപനം കറക്റ്റ് എവിടെ വന്നാൽ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത്. സ്ഥലം എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് വയ്യേറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. അടയാളമായിട്ട് എന്തെങ്കിലും പറയണ്ട, ഒരു ലാൻഡ് മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും പറയത്തൊക്കെ ഉണ്ടോ? ലാൻഡ് എന്ന് പറയാൻ ബിഗ് ബി അല്ലേ? ബിഗ് ബി കാർ ആക്സസറീസ് എന്ന് പറയുന്നത് ടയറിൻ്റെ ഇതുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് ഒരു അടയാളം എന്ന് പറയാനുള്ളത്. ഒരു 1 ലക്ഷം രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. 1 ലക്ഷത്തിന് മേലോട്ടുള്ള എല്ലാ വണ്ടിയുണ്ട്. അപ്പോഴേ ഇപ്പം ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു സംഭവം ചോദിക്കുമ്പോൾ നിങ്ങളൊരു 10,000 രൂപ താത്തുള്ള രീതി പറഞ്ഞിട്ട്, ഈ 10,000 രൂപ താത്ത് ഇപ്പം നമ്മളൊരു 2.25 ലക്ഷം രൂപയ്ക്ക് ഒരു ഓൾട്ടോ പറയുന്നതെന്ന് വെച്ചോ, ആ ഓൾട്ടോ ഇപ്പോൾ 2.85 പറഞ്ഞു, നിങ്ങൾ 2.75 കൊടുക്കാൻ സമ്മതിക്കുന്നത്. പിന്നെ ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമോ? മീൻസ് എത്രമാത്രം പിന്നെ അത് ഈ വിലയിലൊരു ഇടിവ് ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതോ ഇത് ലാസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികൾ എത്രമാത്രം ഇവരുടെ പുതിയ കടയായതുകൊണ്ടുകൂടി തന്നെ ഇവരൊരു ചോയ്സ് എടുക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് വളരെ മോശം ഒരു വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് അത് വെച്ച് കയറി വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തത്തില്ല. അങ്ങനെ നടത്തത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി പാർട്ടി ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യത്തുള്ളൂ. 100% അത്ര ഞാൻ സംസാരിച്ചതിൻ്റെ ഇടയിൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസനീയമാവുന്ന രീതിയിലുള്ള നല്ല നല്ല വണ്ടികളായിരിക്കും ഇന്ന് കാണിച്ചു തരാൻ പറ്റുക എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളെ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം, വണ്ടികൾ നോക്കാം. ആൾട്ടോ 800 LXi 60,000 കിലോമീറ്റർ. ഇത് CNG കയറ്റി വണ്ടിയാണ്. CNG കൂടി ഉള്ളതാണ്. 2018 വണ്ടിയാണ്. അന്ന് CNG ഇല്ല. ഇതിപ്പോൾ രണ്ടാം കമ്പനിയിൽ കയറ്റിയാണ്. കമ്പനി തന്നെ ചെയ്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. 60,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. A to Z കമ്പനി സർവീസാണ്. മാറ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വണ്ടിക്ക് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇത് 2 ഡോർ പവർ വിൻഡോ അല്ലേ? 2 ഡോർ പവർ വിൻഡോ. ബാക്ക് സൈഡും ഒക്കെ അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സൊക്കെ ഒരു ആവറേജിന് മേളിലോട്ടുണ്ട് അല്ലേ? അത്യാവശ്യം ടയറുണ്ട്. ഉണ്ട്. എത്ര ഓടിയെന്ന് പറഞ്ഞേ? 60,000. എത്ര ചോദ്യം? ഇത് നമുക്ക് 2.85 ചോദ്യം. ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്കൊരു 75 രൂപ കൊടുക്കാം. 2.75. അതിൽ നിന്ന് എന്തെങ്കിലും കൂടിയൊക്കെ കുറയ്ക്കണമെന്നും പറഞ്ഞൊരു കസ്റ്റമർ വന്ന് എടുക്കാൻ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും? അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാണും. ചെയ്യും. ഓക്കെ. ഇത് റിറ്റ്സ് 2013 മോഡൽ LXi ആണ്. എന്തോ ഓടിയിട്ടുണ്ട്? ഇപ്പോൾ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക കമ്പനി സർവീസ്. 18,600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക കമ്പനി സർവീസാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. A to Z കമ്പനി സർവീസാണ്.
അല്ല ഈ 18 എന്നൊക്കെ പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുവോ? ആ നോക്ക് 18,713 കിലോമീറ്ററാണ്. ആ സൈഡ് വന്നാൽ കാണാൻ പറ്റില്ല, നല്ലപോലെ കാണാൻ പറ്റും. കമ്പനി ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്താൽ മതി. എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. എല്ലാം സത്യസന്ധമായ കാര്യം. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണ്. ഇത് എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞ ഓടി എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ? ഇതിപ്പോൾ സെക്കൻഡ് ഓണറാണ് നിലവിൽ. രണ്ടുപേർക്ക് അങ്ങനെ ഓട്ടോ ഇല്ല. അല്ല പറയത്തൊക്കെ വേറെ കാര്യങ്ങളില്ല. ഇല്ല. പെട്രോളാ ഡീസലാ? പെട്രോൾ. പെട്രോൾ. മൈലേജ് എന്ത് കാണും പെട്രോൾ ആകുമ്പം? മൈലേജ് 15ൻ്റെ അകത്തൊക്കെ പ്രതീക്ഷിക്കും. അത്രേ ഉള്ളൂ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല, ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓടാതെ ഇരുന്നു എന്നുള്ളതാണല്ലേ. 15, 18 എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വർഷമാകുമ്പോൾ അതൊരു ഓട്ടോ ആയിട്ട് ആർക്കും പറയാനും പറ്റാതില്ല. സത്യം. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 290 ചോദ്യം, നമുക്കൊരു 275 ആ റേഞ്ചിന് കൊടുക്കാം. 275 ലാസ്റ്റ് പ്രൈസ് ആണോ? അതിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. സ്റ്റിയറിങ്ങിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും വന്നില്ല, നോർമലാണ്. കമ്പനി ഹിസ്റ്ററിയാണ്, ഏറ്റവും ഇഷ്ടം കമ്പനി ഹിസ്റ്ററി. ബേസ് മോഡലാണല്ലേ? ആ ബേസ് മോഡലാണ്. 2011 ആൾട്ടോ LXi 65,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ടയേഴ്സ്, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വണ്ടിക്കകത്ത് തുരുമ്പ് പരിപാടി അങ്ങനൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. കാണത്തക്ക അങ്ങനെയുള്ള യാതൊരു കംപ്ലയിൻസും ഇല്ല. ഡോറിൻ്റെ ഈ സൈഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. കുറേ ക്രോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അഡീഷണൽ കയറ്റിയതാ ചെയ്താ. വണ്ടി മൊത്തത്തിൽ കാണാനൊക്കെ നല്ല വൃത്തിയാണ്. പവർ വിൻഡോസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. വലിയ തെറ്റുകുറ്റങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 145 ചോദ്യം. നമുക്കതിൽ ഫുൾ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 100% കിട്ടും. ഇൻഷുറൻസ് കിട്ടുന്ന വണ്ടിയാണ്. ബാക്ക് ടയറൊക്കെ നല്ല പുതിയ ടയറാണെന്ന് തോന്നുന്നു. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഫുള്ള് ഓക്കെ, അത് സമ്മതിച്ചു. ഈ വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ? നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ 145 എന്നുള്ളത് എന്തെങ്കിലും കുറയുമോ? നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറയും. 2007 ആൾട്ടോ LXi. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഇത് 82,000 കിലോമീറ്റർ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്ററാണ്. 83,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 83. വണ്ടിക്കകം കാണാനൊക്കെ കുഴപ്പമില്ല. ഇന്റീരിയറൊക്കെ നല്ല ക്ലീനാണ്. ഇൻറ്റീരിയൽ കൊള്ളാം. കാണാനൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് നോക്കിയാലും ഈ ഭാഗങ്ങൾ, ഡോറിൻ്റെ ഈ ഭാഗത്തും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ബാക്ക് സൈഡും വൃത്തിയിടൊന്നുമില്ല. നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ഇത് 2 ഡോർ പവർ വിൻഡ് ആണോ? അല്ല. ഈ നല്ല അലോയ് വീൽസും കാര്യമുണ്ട്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട് എല്ലാ വണ്ടിക്കും. ടയറെല്ലാം മാറിയ ടയേഴ്സാണ്. അത്യാവശ്യം നല്ല നീറ്റാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.5 ചോദ്യം. 1.5 ചോദ്യം. 1 രൂപയ്ക്കൊക്കെ കൊടുക്കാം. പിന്നെ 1 രൂപയ്ക്ക് കൊടുക്കാം. അതിൽ നിന്നും എന്തെങ്കിലും താഴുമോ? അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരും. 1.5 അതൊരു പറയുന്നൊരു വില. 1 അല്ലാതെ പറയുന്നത്. പിന്നെ അതിൽ നിന്നും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയും. 2015 കേട്ടൻ LXi ആണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പാണ് ഇപ്പോൾ നിലവിൽ. തേർഡ് ഓണർഷിപ്പാണ്. അപ്പം ടയേഴ്സ് എല്ലാം പുതുതായിട്ട് മാറിയിട്ടേക്കാണ്. ടയേഴ്സ് പ്രത്യേകം പറയുന്നത് നല്ല ടയർ. ഇൻറ്റീരിയലും അത്യാവശ്യം കാണത്തക്ക നല്ല വൃത്തിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും വന്നിട്ടില്ല. നോർമൽ സ്റ്റിയറിംഗ് ആണ്. ബേസ് വേരിയൻ്റ് ആണ്. LXi. ബാക്ക് നോക്കിയാലും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 225 ആസ്കിംഗ് പ്രൈസ്. നമുക്കൊരു 210 ആ റേഞ്ചിനൊക്കെ കൊടുക്കാം. 2014 ഒമിനി 8 സീറ്റ് വണ്ടിയാണ്. 51,000 കിലോമീറ്ററാണ്. തേർഡ് ഓണർഷിപ്പാണ്. തേർഡ് ഓണർ. ഓണർഷിപ്പ് ഒരുവിധം എല്ലാ വണ്ടിയുടെയും സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ടുണ്ടല്ലോ. ഇപ്പം എല്ലാം പേര് മാറിയില്ലേ?
ഓ നിങ്ങളുടെ പേരിലോട്ട് ആക്കിയേ തരത്തോളില്ലേ, അങ്ങനെയൊക്കെ വരുന്ന തേടാണല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ചില കസ്റ്റമർ പേടിയാണ് അവർക്ക്, മാറി തരുന്നതിനൊരു പേടി വരും. അതുപോലെ താഴെയൊക്കെ നോക്കിയാൽ നല്ല വൃത്തി, മാറ്റം കാര്യങ്ങളൊന്നും ഇട്ടില്ല. അതുകൊണ്ട് തന്നെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. മീറ്റർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് അയക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 1.55 ചോദിക്കുന്നത്. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് ടെസ്റ്റിന് വേണ്ടിയൊന്നും അല്ലല്ലോ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടേക്കുന്നത്? ഇത് ടെസ്റ്റ് ടൈമൊന്നും ആയിട്ടില്ലല്ലോ? ഇല്ല 14 വണ്ടിയല്ലേ. അല്ല പിന്നെ ഇത്രയും വൃത്തിയായിട്ട് നിങ്ങൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ടേക്കുന്നത്, അതാ ഞാൻ ചോദിച്ചേ. അമ്മ എടുത്തപ്പോഴേ ഇങ്ങനെ ചെയ്തിട്ടേക്കായിരുന്നു തന്നെ. ഓക്കെ, സീറ്റ് കവേഴ്സ് ഈ സൈഡ് ഇച്ചിരി മോശമാണ്, അല്ലാതെ ബാക്കിയുള്ള എല്ലാം വൃത്തിയാണ്. ഇപ്പൊ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, എല്ലാം 2014 തന്നെയാണ്. ക്ലാസ് എല്ലാം 2014 തട്ടമുട്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇല്ല. 2007 ഇന്നോവ G4 വണ്ടിയാണ്. 2,06,000 കിലോമീറ്റർ, തേർഡ് ഓണർഷിപ്പാണ്. ഇതിപ്പോ കേരള ഓണർഷിപ്പ് എത്ര? ന്യൂ ടെസ്റ്റ് ആണ് കേട്ടോ. ടെസ്റ്റ് കുറച്ച് പെൻഡിങ് ആണ്, പുതിയ ഇപ്പൊ ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. 2029 വരെ ഇനി പേപ്പർ ഉണ്ട്. ഇന്റീരിയർ എല്ലാം പക്കയാണ്. 2,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതേ ഓണർഷിപ്പ് എത്രയായിരുന്നു? തേർഡ് ഓണർഷിപ്പ്. ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് നീ പറയുന്നത് എനിക്ക് അടുത്ത് വന്നാലേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. സീറ്റ് കവറൊക്കെ ലെതർ സീറ്റ് കവറാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ടോപ്പ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ആക്കിയേക്കല്ലേ? ടോപ്പ് ബ്ലാക്ക് ഒക്കെ ആക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല പെയിന്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. റൂഫ് മനോഹരമായിട്ടുണ്ട് കേട്ടോ. വണ്ടിക്കകം ഓവറോൾ കൊള്ളാം. തുരുമ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും കാണത്തക്ക വലുതായിട്ടുള്ള രീതിയില്ല. ഇപ്പം ഇത് മാത്രമേ എനിക്ക് പൊക്കി കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഉള്ള ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല വണ്ടിയിലില്ല. അല്ല 2007 അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇത് പേപ്പേഴ്സൊക്കെ ഇനി എത്ര നാളുണ്ട്? ഇനി 2029 വരെ പേപ്പേഴ്സ് ഉണ്ട്. ടെസ്റ്റ് കുറച്ച് പെൻഡിങ് ആയിരുന്നു നേരത്തെ ഇരുന്ന കസ്റ്റമറിൽ. പിന്നെ ടെസ്റ്റ് ഇപ്പം ചെയ്തേ ഉള്ളൂ അവർ. ഫോട്ടോ പവറിൻ്റെ അല്ലേ? അതെ. ബാക്കിലും AC വെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൂഫിൽ അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. എല്ലാം മാറിയിട്ടേക്കുക. 2028 വരെ 28 വരെ അല്ലേ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു? 29 വരെ. റീപ്ലേസ് ആയിട്ട് വേറെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് ആണോ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് 390 കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഇത് Audi A4 2013 മോഡലാണ്. 55,000 കിലോമീറ്റർ. തേർഡ് ഓണറാണ്. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഞാൻ അതർ സ്റ്റേറ്റ് വണ്ടി എന്നുള്ള രീതിക്കാണ് ഒറിജിനൽ കേരള വണ്ടിയാണ്. 55,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസാണ്. റീപ്ലേസ്മെന്റ് പക്കയാണ്. ഇന്റീരിയറൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല നീറ്റ് ആൻഡ് വൃത്തിയാണല്ലേ വണ്ടിക്കകം. ഇത് എങ്ങനെ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഇത് ഡീസലാണ്. നമുക്ക് മൈലേജ് 19 ഒക്കെ കിട്ടുന്നുണ്ട്. 19 കിട്ടുന്നുണ്ട്. ജെന്യൂൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ആണല്ലോ? ഫുള്ള് കമ്പനി സർവീസാണ്. ഓടിയാവുന്നതുകൊണ്ട് തന്നെ വണ്ടിക്കകത്തെ പ്രത്യേകതകളെ കുറിച്ച് വലുതായിട്ടൊന്നും പറയേണ്ടി വരത്തില്ല. ലക്ഷറി വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് കാണാവുന്ന ഒരു വണ്ടി. ഇതിൽ ഈ ബ്ലാക്ക് ഒക്കെ പ്രത്യേകം അടിച്ചാണോ അതോ രണ്ടാ ചെയ്തതാണ്? റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ബാക്ക് ടയർ മൊട്ടയാണല്ലോ, മാറി കൊടുക്കൂ. ടയർ മോശമുണ്ട്, മാറി കൊടുക്കൂ. ടയർ നമുക്ക് മാറി കൊടുക്കുക. ഓക്കെ, എത്ര ചോദിക്കുന്നത്? എത്രയാ? നമ്മൾ 11.25 രൂപ ചോദ്യം. ഇറങ്ങിയപ്പം വണ്ടിക്ക് എന്തുണ്ട്? അന്ന് ഇറങ്ങുമ്പോൾ 53-54 സെന്റ് ഉണ്ട്. റേഞ്ച് ഉണ്ട്. വേറെ പറയത്തൊക്കെ വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. A to Z കമ്പനി സർവീസാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇതിനകത്ത് പിന്നെ അങ്ങനെയുള്ളത് പറയണ്ടല്ലോ. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടി. 11 രൂപ അല്ലേ? 11.25 ചോദ്യം. 11.25 ചോദ്യം. ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? അല്ലല്ല. 2017 സിയാസ് ആൽഫ ടോപ്പ് എൻഡ് വണ്ടിയാണ്. 72,000 കിലോമീറ്ററാണ്. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണ്. ഫുള്ള് കമ്പനി സർവീസാണ്. വണ്ടി മോഡിഫൈഡ് വണ്ടിയാണ്.
മോഡിഫൈഡ് ഓക്കെ, പക്ഷേ ഈ സംഭവം ഇട്ടും കൊണ്ട് നമുക്ക് റോട്ടിൽ ഇറക്കാവോ? റോട്ടിലൊക്കെ ഇറക്കാം, അതൊന്നും കുഴപ്പമില്ല. അല്ല MBD പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും കുഴപ്പമൊന്നും. വണ്ടി ബോഡി ബേസ് കാണാൻ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ടയേഴ്സ് കാര്യങ്ങളാണെങ്കിലും നല്ല വൃത്തിയുള്ള ടയർ ഇടപ്പുണ്ട്, നല്ലൊരു അലോയ് വീൽസ് ഇടപ്പുണ്ട്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഡീസലാണ്? ഡീസൽ വണ്ടിയാണ്, ഹൈബ്രിഡ് ഡീസൽ വണ്ടിയാണ്. ഹൈബ്രിഡാണ്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കമ്പനി വരുന്നതാണോ? ഈ ടച്ച് സ്ക്രീനൊക്കെ കമ്പനിയിൽ തന്നെ? കമ്പനി ഫുള്ള് ടോപ്പ് എൻഡ് വണ്ടിയാണ്. ടോപ്പ് എൻഡ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 72,000 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ. 72,000 ഓടി. ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ കമ്പനി സർവീസ്, A to Z കമ്പനി സർവീസാണ്. ബാക്ക് AC വെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് 4 ടയർ പുത്തൻ ടയർ ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. പുതിയ ടയർ ഓക്കെ ഞാൻ കണ്ടു. എത്ര ചോദിക്കുന്നത്? എത്ര? നമുക്കിത് 790 ചോദ്യം, അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇത് ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് എന്തോ ആണ്? ഇറങ്ങുന്ന സമയത്ത് അന്ന് 10-10.15 അടുപ്പിച്ചുണ്ട് വണ്ടികൾ. ആ റേഞ്ച് ഉണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ഈ 7 ഇതിപ്പം മാർക്കറ്റ് കൂടിയ വണ്ടിയും കൂടെ, കാരണം ഡീസൽ ഇല്ല മാരുതിക്ക്. ഡീസൽ വണ്ടികളില്ല. പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ 7 സംതിങ് നിങ്ങൾ ചോദിക്കുന്നത് എന്തെങ്കിലും കുറയോ? നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. 2015 i20 സ്പോർട്സ്, നിലവിലിപ്പോൾ 60,000 കിലോമീറ്ററാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്, ഫുള്ള് കമ്പനി സർവീസാണ്. ഇതിൻ്റെ ടയേഴ്സ് ഇവിടെ മാറിയതാണോ? ടയേഴ്സ് എല്ലാം പുത്തൻ ടയർ ഇപ്പോൾ എടുത്തിട്ടതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഫ്രഷ് ടയറായിട്ട് കിടക്കുന്നു. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പക്കാ ക്ലീൻ വണ്ടിയാണ്. ഇത് വേരിയൻ്റ് ഏതാ? ഇത് സ്പോർട്സ് ആണ്, സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതായത് ടോപ്പിന് മുമ്പുള്ളയോ? ടോപ്പിന് തൊട്ട് താഴെയുള്ള. വണ്ടിക്കകം ഒക്കെ ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. മാനുവലാണ്. ഇതിനകത്തും സ്റ്റിയറിങ്ങിനകത്ത് വരേണ്ട കോൾസ് എടുക്കാനുള്ളത്, മ്യൂസിക് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള വണ്ടി. വണ്ടിക്ക് ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഫോർഡോ പവർ വിൻഡാണ്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള വണ്ടി. ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കിയാലും എല്ലാം കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 460 ചോദ്യം, 4.5 കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ. 460 ചോദിക്കുന്നത്, 4.5 ലാസ്റ്റ് പ്രൈസ്. അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല, ഞാൻ അതാണ്ടാണ് ആദ്യം പറഞ്ഞത്, നീ കുറച്ച് കൊടുക്കുമെന്ന് പറയുന്നെങ്കിൽ ആ തുക അങ്ങ് പറഞ്ഞുകൂടെയെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് 2017 ബെലീനോ, സീറ്റ ഓപ്ഷനാണ്. ഇപ്പം 50,000 കിലോമീറ്ററാണ്. സെക്കൻഡ് ഓണറാണ്. ഫുള്ള് കമ്പനി സർവീസാണ്. അതായത് വെളി സർവീസ് ഒന്നും പോയിട്ടില്ല? ഇല്ല, ഇതുവരെയുള്ള എല്ലാ സർവീസും കമ്പനിയാണ്. ഇതിൽ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വരുന്നതാണ്? അഡീഷണൽ കയറ്റിയതാണ്. കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തതാണ്. വണ്ടിക്കകം കൊള്ളാം. മാനുവലാണ് വണ്ടി. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഇട്ടുകൊണ്ട് ഹാം റെസ്റ്റ് ഉണ്ട്. പിന്നെ പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് ഇവർ സൂക്ഷിക്കുന്നുണ്ട്. വണ്ടി ഇവരും നല്ലപോലെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. വണ്ടി കാണാൻ കൊള്ളാം. റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് 590 വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കൊരു 580 ഫൈനൽ കൊടുക്കാം. നല്ല അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ് സെക്കൻഡ് ഓപ്ഷനാണ്, സീറ്റ് ഓപ്ഷനാണ്. കമ്പനി അലോയ്സ് ആണ് വരുന്നത്. വണ്ടി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. യാതൊരു തര പ്രശ്നങ്ങളും ഇല്ല. ഒരു പ്രശ്നങ്ങളും ഇല്ല. A to Z കമ്പനി സർവീസാണ്. 2021 വാഗണാർ ZXi ടോപ്പ് എൻഡ് വണ്ടിയാണ്. 1.2 cc ആണ് എൻജിൻ. എന്തോ ഓടിയിട്ടുണ്ട്? 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഫുള്ള് കമ്പനി സർവീസാണ്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ കാണാൻ പറയും. 21 മോഡലുള്ള വണ്ടിയാണ്. അധികം ഓടി അലന്ന വണ്ടിയല്ല. പക്ഷേ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും പ്രത്യേകം ചെയ്തിട്ടില്ല. വണ്ടി വന്ന അതേ മോഡലിൽ തന്നെ കിടക്കുകയാണ്. സ്റ്റിയറിങ്ങിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൺ കോൾസ് എടുക്കാനും മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിപാടികൾ അധികം ഉണ്ട്. പിന്നെ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ പവർ വിൻഡാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, നോർമലാണ്. പിന്നെ ടയേഴ്സ് കാര്യങ്ങൾ 15,000 ഓടിയ ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്.
നല്ല ക്വാളിറ്റി ടയേഴ്സ് തന്നെ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നിങ്ങൾ ഈ യൂസ്ഡ് കടക്കാരെല്ലാവരും പറയുന്നു റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ ഇത്രയും വണ്ടികൾ റീപ്ലേസ് ഒന്നും ഇല്ലാതെ കിടക്കുമോ? നമ്മൾ അങ്ങനത്തെ വണ്ടി എടുക്കത്തുള്ളൂ. അങ്ങനെ നോക്കി എടുക്കുന്നതാണ്. വരണ കസ്റ്റമർ അങ്ങനെ എല്ലാം നോക്കി നമ്മൾ കൊടുക്കത്തുള്ളൂ. ഒന്നാമത് നമ്മൾ പുതിയ കട, അപ്പം നമ്മളെ കടയിൽ പേര് ദോഷം വരത്തില്ലേ? ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 590 ചോദ്യം. 590. ഇതും ബെലനയും ഒരേ പ്രൈസ് തന്നെ? ബെലനും ഒരേ പ്രൈസ് തന്നെ. നമുക്കൊരു 580 ഫൈനൽ കൊടുക്കാം. എന്നാലും ഒരു 575 വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ പിന്നെ അങ്ങോട്ട് 15,000 കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞുകൂടെ? ശരി ശരി. 2013 വാഗണാർ VXi 65,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ. കിലോമീറ്റർ ജെന്യൂൻ ആണ്? കിലോമീറ്റർ എല്ലാം പക്ക ജെന്യൂൻ ആണ്. A to Z കമ്പനി സർവീസാണ്. A to Z കമ്പനി സർവീസ് എന്ന് പറയുമ്പോൾ നിലവിൽ ഇതുവരെയുള്ള എല്ലാ സർവീസും കമ്പനി തന്നെയാണ് അല്ലേ? എല്ലാം കമ്പനി സർവീസാണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരിപ്പുണ്ട്. മാറാത്തെന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് കണ്ട് മാറി കൊടുക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇടിച്ച വണ്ടിയാണ് അങ്ങനെ. ഓക്കെ, സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും വണ്ടി കാണാൻ ഓവറോൾ കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മാനുവലാണ്, 4 പവറിൻ്റെ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ പഴയ വണ്ടി എന്ന നിലയിൽ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെ വലുതായിട്ടില്ല. പക്ഷേ അത് ഇവിടെ ഇച്ചിരി പോലെ ചെറിയൊരു തുരുമ്പിൻ്റെ ഇതുണ്ട്. അല്ലാത്ത പക്ഷേ ഇങ്ങോട്ടൊന്നും വലുതായിട്ട് അത് കാണുന്നില്ല. വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് ക്യാമറയ്ക്ക് വേണ്ടുന്ന സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം, വൃത്തികേടൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ആ ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ മാറി കൊടുക്കും. അത് മാറി കൊടുക്കും. വണ്ടി വിലയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മാറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാറി കൊടുക്കും. അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ തന്നെ ആ പൈസ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, എത്ര ചോദിച്ചേ? ഇത് 3 രൂപ ചോദ്യം. 290 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഗ്ലാസ് മാറി കൊടുക്കാം. ഗ്ലാസ് മാറി 290. 2010 LXi 85,000 കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പാണ്. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ബ്ലാക്ക് വാഗണറാണ്. ബ്ലാക്ക് വണ്ടിയാണ്. നമുക്ക് ബ്ലാക്ക് വണ്ടി അങ്ങനെ പൊതുവെ 2010 വണ്ടിയൊന്നും അങ്ങനെ ഇത്ര വൃത്തി കാണത്തില്ല. ഇത് ഇച്ചിരി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫുള്ള് A to Z കമ്പനി സർവീസാണ്. A to Z കമ്പനി സർവീസ്. 2010 വണ്ടി ഇതുവരെയും വെളിയിൽ കൊടുത്തിട്ടില്ല. തേർഡ് ഓണർഷിപ്പ് ആണെങ്കിലും ആദ്യം തൊട്ട് അവസാനം വരെ കമ്പനി സർവീസ് തന്നെ. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കുന്നു. ബാക്ക് സൈഡിലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊക്കെ കൊള്ളാം. പിന്നെ വണ്ടിയിൽ വേറെ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇത്രയും വർഷമൊക്കെ ആണെങ്കിലും വണ്ടി അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡിൻ്റെ രീതിയിലുള്ള ഭാഗങ്ങളായാലും ഒക്കെ അത്യാവശ്യം വൃത്തിയാണ്. വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. റീപെയിൻറ്റ് കാര്യങ്ങൾ വല്ലതും കയറിയിട്ടുണ്ടോ? റീപെയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി പെയിൻറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. കമ്പനി പെയിൻ്റാണ്. ഓക്കെ, 2 പവർ വിൻ്റാണ്. ടയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ ചെറിയൊരു പരിപാടിക്കുള്ള ഇതുണ്ട്. അല്ലാതെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു ഞണുക്കുണ്ടല്ലോ. ഞണുക്കുണ്ട്. അത് എടുത്തപ്പോഴേ ഉള്ളതാണ്. ഓക്കെ, വേറെ വലിയ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? തട്ടാ മുട്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 185 കൊടുക്കാം. 185. ഫൈനൽ നമുക്ക് 80 രൂപയ്ക്ക് കൊടുക്കാം. 180. ലോൺ കിട്ടത്തില്ലല്ലോ 2010 ആകുമ്പം? ലോൺ കിട്ടാൻ പാടാം. കിട്ടത്തില്ല. 2012 LXi വാഗണാർ 72,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. ഒറ്റ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. A to Z കമ്പനി സർവീസാണ്. ടയർ ഇപ്പോൾ എടുത്തിട്ടതേ ഉള്ളൂ. പുതിയതായിട്ട് ഇട്ടേ? പുതിയ ടയറാണ്. നിങ്ങൾ എല്ലാ വണ്ടികളുടെയും മോശം ടയറാണെങ്കിൽ അത് മാറുമോ? മാറും. ഓക്കെ, വന്ന് കാണുന്നവർക്ക് കസ്റ്റമറിന് എല്ലാം വന്ന് കാണുമ്പോഴും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വേണ്ടി അല്ലേ? ഓക്കെ, നല്ലൊരു സ്റ്റീരിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിക്കകവും കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് സെൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ടൈപ്പ് പരിപാടി ചെയ്തിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. മാനുവലാണ്. ഇത് 2012 ആയതുകൊണ്ട് തന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നും വരാനുള്ള സമയം ആയിട്ടില്ലല്ലോ. കുറച്ചുകൂടിയൊക്കെ കാലങ്ങളാവും. ബാക്ക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. A to Z കമ്പനി സർവീസ്. ഇത് LXi ആണോ? LXi ആണ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 245 ചോദ്യം. 235 ഫുൾ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 2017 സ്വിഫ്റ്റ് VDI ഡീസൽ വണ്ടിയാണ്. ഇന്ന് നിലവിൽ കിട്ടാൻ ഏറ്റവും പാടുള്ള വണ്ടിയാണ് ഡീസൽ വണ്ടി. ഡിസയർ. ഡീസൽ വണ്ടികൾ ഇപ്പം നിരോധിച്ച കാരണം
ഭയങ്കര പാടാണ്. മാരുതിയുടെ ഒന്നും ഇറങ്ങുന്നില്ലല്ലോ. ഇല്ല. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 50,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ്. ജെനുവിൻ കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനുവൽ വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണെന്നാണ് പറഞ്ഞത്. ഫോർഡോ പവർ വണ്ടിയാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. സ്റ്റിയറിങ്ങിൽ തന്നെ കോൾസ് എടുക്കാനും പാട്ട് കേൾക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ വണ്ടി വൃത്തിയാണ്. ബാക്കിൽ AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം നോർമലാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 640 ചോദ്യം. നമുക്ക് 630 ഫൈനൽ കൊടുക്കാം. 630 കൊടുക്കാം. ഇപ്പോൾ 10,000 രൂപയെ നീ താത്തു തരുവുള്ളൂ? അല്ല, എനിക്കറിയാം എല്ലാ വണ്ടിക്ക് ഒരു 10,000 രൂപ ഉണ്ടാക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ നിന്നും കുറയും. പിന്നെ ഈ വന്ന് ബാർഗൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ടേക്കുവാണ് അതിനകത്ത്. എനിക്ക് മനസ്സിലായി. 2017 സ്വിഫ്റ്റ് VXi ഓപ്ഷനലാണ്. 2 എയർ ബാഗ് വരണ വണ്ടിയാണ്. ഇപ്പം നിലവിൽ 38,000 കിലോമീറ്ററാണ്. ഫുള്ള് കമ്പനി സർവീസാണ്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെയാണ്. ജെനുവിൻ കിലോമീറ്റർ A to Z. ഒരു പോറലുണ്ടെങ്കിലും പുള്ളി കമ്പനി കയറ്റിയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത്രയ്ക്കും നിങ്ങൾക്ക് അറിയാവുന്ന ആളുടെയാണ്? അറിയാവുന്ന ആളെ വണ്ടിയാണ്. ഓക്കെ. ഇന്റീരിയറൊക്കെ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് ആണ്. ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്ക് ആണ്. VXi ഓപ്ഷൻ ആയതുകൊണ്ട് അവിടെ എയർ ബാഗ്, ഇവിടെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. 2 എയർ ബാഗ് കാര്യങ്ങളുണ്ട്. ABS ഉള്ള വണ്ടിയാണ്. സീറ്റ് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സീറ്റ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫോർഡോ പവറിൻ്റെ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നതുകൊണ്ട്. കിലോമീറ്ററൊക്കെ ജെനുവിനാണെന്ന് പറഞ്ഞു. അകത്ത് ബാക്കിൽ AC വെൻ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമലാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 520 ചോദ്യം. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് 510 ഫൈനൽ കൊടുക്കാം. അതിൽ നിന്നും പിന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടിയൊക്കെ കുറയും. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഈ രീതിയിൽ 10,000 രൂപ മാത്രം താത്ത് പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇടുകയാണ്. അതെ. 2021 ഗ്ലാൻസ G മോഡലാണ്. G മോഡൽ എന്ന് പറയുമ്പോൾ വേരിയൻ്റ് ഏതാ? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. നിലവിൽ ഇപ്പോൾ 29,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണറാണ്. ഫസ്റ്റ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. 21 ഓടിയുള്ളൂ. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യമൊക്കെ ഇതിൽ വരുന്നതല്ലേ? ഇതിൽ വരുന്നതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ഓക്കെ. സർവീസ് വണ്ടിയാണ് കേട്ടോ. അതിപ്പം കിലോമീറ്റേഴ്സ് കുറച്ചല്ലേ ഓടിയുള്ളൂ. പഴക്കമുള്ളതുമല്ല. ബാക്കിൽ AC വെൻ്റ് ഉണ്ടോ? ബാക്കിൽ AC വെൻ്റ് ഇല്ലല്ലേ? ഇപ്പം ആരും ഒരു ചാർജ് ചെയ്യാനുള്ള സ്പോട്ട്. AC വെൻ്റ് ഉണ്ടോ? AC വെൻ്റ് ഉണ്ടോ? ഇല്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ 21 ഓടി. ആ ടയർ തന്നെയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയിൽ വരില്ല എന്ന് എനിക്കും തോന്നി. ഈ വണ്ടി കാണാൻ അത്രയ്ക്കും വൃത്തി ഉണ്ടായിരുന്നു. ഗ്ലാൻസ എന്ന് പറയുമ്പോൾ നമ്മളെ മാരുതിയുടെ ബലേനോ അല്ലേ? ബലേനോ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 730 ചോദ്യം. ഫുൾ ഇൻഷുറൻസ് എടുത്ത് 720 ഫൈനൽ കൊടുക്കും. 720 ഫുൾ ഇൻഷുറൻസ് എടുത്തോളൂ. 2014 ഇയോൺ ഇറ പ്ലസ് 60,000 കിലോമീറ്റർ. ഫ്രണ്ട് 2 പുത്തൻ ടയർ എടുത്തിട്ടുണ്ട്. ബാക്ക് ആവറേജ് ഇല്ല. ബാക്ക് ഓടിയ ടയർ തന്നെ കിടക്കണം അല്ലേ? ഓടിയ ടയറാണ് കിടക്കുന്നത്. ഓക്കെ. 2 ഡോർ പവറിൻ്റെ ആണ്. സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി സീറ്റ് കവറാണ്. ഓക്കെ. പ്രത്യേകം നമ്മൾ ഇട്ടയല്ല, കമ്പനിയിൽ നിന്ന് വന്നപ്പോഴേ ഉള്ളതാണ്. അതെ. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. വൃത്തികേട് കാര്യങ്ങളൊന്നുമില്ല. എത്രാമത്തെ വർഷമാണെന്നാണ് പറഞ്ഞത്? 2014. അപ്പം തുരുമ്പ് കാര്യങ്ങളൊന്നും വരാനുള്ള ടൈം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാകപ്പിഴകൾ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കൊള്ളാം. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അതിൽ വിശ്വസിച്ച് നിങ്ങളുടെ ഷോപ്പിൽ വരാം. ഓക്കെ. ബാക്ക് ടയറാ മോശം ടയറാണ്. അത് മാറി കൊടുക്കുമോ? നമുക്ക് മാറി കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വില റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫുൾ ഇൻഷുറൻസ് ഇട്ട് 2 രൂപയ്ക്ക് കൊടുക്കാം. 2 രൂപ. ഇത് മാഗ്നയാണോ? അല്ല, ഇറ പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തുരുമ്പ് നോക്കണം എന്ന് എനിക്ക് കമൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തുരുമ്പിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പഴയ വണ്ടികൾക്ക് മാത്രം നോക്കിയാൽ മതിയല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വണ്ടികൾക്ക് മാത്രമാണ് അങ്ങനെ ഞാൻ നോക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള വണ്ടികൾ, പുതിയ വണ്ടികൾ 2014 വണ്ടിക്കൊന്നും അത് നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അത് നോക്കിയിട്ടില്ല. അല്ലാതെ ഒരു 2010, 2011 അങ്ങനെ വരുന്ന വണ്ടികളിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ ശീലമായിട്ടില്ല. ശീലമായി വരുമ്പോൾ മാറിക്കോളും. പിന്നെ ഈ സ്റ്റിയറിങ്ങിൽ വരുന്ന സംഭവം അത്
ഇങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുള്ളത് കമൻറ്റായിട്ട് പറയുക. കാരണം അതാരും പറഞ്ഞ് ഞാൻ വേറെയുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിനകത്തും അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ സ്വയം പുതുതായിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കുക. രണ്ടാമത് അതും ഒരു വ്യക്തി കമൻറ്റ് ബോക്സിൽ പറഞ്ഞാണ്, സനുവേ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൽ വരുന്ന പ്രത്യേകതകളുണ്ടെങ്കിൽ അത് പറയണം, പറയാതെ വിടരുത്. അപ്പോൾ വണ്ടികളുടെ വില എന്തുകൊണ്ട് ഇവരിങ്ങനെ വില ചോദിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധം കാണുന്നവർ കൂടി ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് അറിയില്ല എന്നുള്ളത് പറഞ്ഞതിൻ്റെ പേരിലാണ് എടുത്തെടുത്ത് സ്റ്റിയറിങ്ങിനകത്ത് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ അതൊരു ഇഷ്ടക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ തുരുമ്പ് നോക്ക്, ഇതെല്ലാം ഞാൻ പറഞ്ഞ കമൻ്റായിട്ട് വന്നതിനുള്ള മറുപടിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പീസ് മാറ്റ് മാറ്റിയിട്ട് ഫ്ലോർ നോക്ക് എന്നുള്ള രീതി പറഞ്ഞാൽ, അപ്പം നമ്മൾ ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തുരുമ്പ് എന്തായാലും അറിയില്ലല്ലോ. ഫ്ലോർ മാറ്റ് കൂടി എടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പം പീസ് മാറ്റ് മാറ്റി കാണിക്കുക എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. എന്നിട്ട് ഞാൻ ഒരു വണ്ടിയുടെ ചുമ്മാ പൊക്കി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അതിനകത്തൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാതെ ഈ ഡോറിൻ്റെയൊക്കെ ഇടഭാഗത്ത് വരുന്നതോ അല്ലെങ്കിൽ ഈ താഴ്ഭാഗത്തായിട്ട് വരുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുവാണെങ്കിൽ ഇനി തൊട്ട് തീർച്ചയായിട്ടും അത് ഷൂട്ട് ചെയ്ത് അതിങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞേക്കാം. കാരണം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അടിഭാഗം തുരുമ്പായിരുന്നു കേട്ടോ, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ അങ്ങനെയുള്ള പോരായ്മകളൊന്നുമില്ല. ഒരു വണ്ടിയിലാണ് ഒരു ചെറിയ തോതിലെങ്കിലും തുരുമ്പിൻ്റെ ഒരു അംശം ഞാൻ കണ്ട, അല്ല വേറുള്ള യാതൊരു കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയുള്ള വണ്ടികളായിരുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ പുതിയ കട, പുതിയ വില നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുമുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.